ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വടക്കേ ഇന്ത്യയിലെ ഒരു രൂപതാധ്യക്ഷൻ തലശ്ശേരിയിലെത്തി അഭിമന്യ വള്ളുപ്പള്ളി പിതാവിനോട് സന്ദർശിച്ചപ്പോൾ വെറും കുടിയേറ്റ പ്രദേശമായി ഇവിടുത്തെ ചുരുങ്ങിയ കാലം കൊണ്ടുള്ള വളർച്ചയ്ക്ക് പിന്നിലെ ശില്പിയാണെന്ന് ചോദിച്ചു. യോസി പിതാവിന്റെ ഒരു പടം നൽകിക്കൊണ്ട് പിതാവ് പറഞ്ഞു, ഇതാണ് ആ ശില്പി. പിതാവായ ദൈവം തന്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ ദാവീദിൽ കണ്ടെത്തിയതുപോലെ തന്റെ ഹൃദയത്തിന്റെ ഏറ്റവും പരിശുദ്ധവും നിഗൂഢവുമായ രഹസ്യം ഭരമേൽപ്പിക്കാൻ പറ്റിയ വ്യക്തിയെ ജോസഫിൽ കണ്ടെത്തിയെന്ന് വിശുദ്ധ ബർണാഡ് പറയുന്നു. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയിൽ സഹകാരിയാകാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ യോസേപ്പ് പിതാവ്, അവതരിച്ച വചനത്തിന്റെ സംരക്ഷകനാകാൻ നിയോഗിതനായ മഹാത്മാവ്, ശ്രദ്ധാലുവായ പാലകൻ, നിശബ്ദമായ ശുശ്രൂഷിച്ച ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യം ഗംഭീരമായി നിറവേറ്റിയ പുണ്യസുഹൃതൻ, പിതാവായ ദൈവത്തിന്റെ സ്ഥാനക്കാരനും പുത്രനായ ദൈവത്തിന്റെ വളർത്തു പിതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായ ജോസഫ്, വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റോമിന്റെ വാക്കുകളിൽ രക്ഷാകര പദ്ധതിയിൽ ഉടനീളം സ്വയം പങ്കുകൊണ്ടു. കുടുംബജീവിതക്കാരുടെയും കന്യാവ്രതക്കാരുടെയും കാവൽക്കാരൻ, തിരുകുടുംബത്തിന്റെയും തിരുസഭയുടെയും പാലകൻ, നന്മരുടെ മധ്യസ്ഥൻ, തൊഴിലാളികളുടെ മധ്യസ്ഥൻ, രോഗികളുടെ മധ്യസ്ഥൻ എന്നിങ്ങനെ നീതിമാനെന്ന് സുവിശേഷം വിശേഷിപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ മറിയത്തോടൊപ്പം വണങ്ങപ്പെടുന്ന പ്രിയനാഥൻ, ഒരു കുടുംബം തകരാൻ പോകുന്ന പ്രശ്നം അഭിമുഖീകരിച്ചപ്പോൾ മറിയത്തെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായികയാൽ ആ ഒരു സ്നേഹനീതിയുടെ നിർബന്ധ ബുദ്ധി കാരണം നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായി മാറുകയാണ്. ദൈവസ്നേഹവും പരസ്നേഹവും സമഞ്ജസമായി സമ്മേളിച്ച വ്യക്തി എന്ന നിലയിലാണ് പുതിയ നിയമം യോസേപ്പ് പിതാവിനെ അവതരിപ്പിക്കുന്നത്. ബത്ലഹേമിൽ ഇടം കണ്ടെത്തുമ്പോൾ, ഈജിപ്തിലേക്ക് യാത്ര ചെയ്തപ്പോൾ, തിരിച്ച് നസ്രത്തിലേക്ക് വന്നപ്പോൾ എല്ലാം ജോസഫ് കാവൽക്കാരനായി വഴി നടത്തി സംരക്ഷിച്ചു, ലക്ഷ്യത്തിലെത്തിച്ചു, അപകടങ്ങളിൽ നിന്നും കാതു രക്ഷിച്ചു. ക്ലേശകരമെങ്കിലും ദൈവഹിതത്തിന് സദാ കീഴ്വഴങ്ങി അനുസരിക്കാൻ അമാന്തിച്ചില്ല, തെല്ലും മടിച്ചില്ല. സ്വന്തം കുടുംബത്തോടുള്ള മാനുഷികമായ സ്നേഹത്തെ അദ്ദേഹം അഭൗമികമായ സമർപ്പണമാക്കി മാറ്റി, ജീവിതം ത്യാഗപരമായ സേവനമാക്കി, തന്റെ ഹൃദയവും കഴിവുകളും മിശിഹായെ സ്നേഹിക്കാനുള്ള സേവനമാക്കി മാറ്റി, സർഗാത്മധൈര്യത്തോടെ നിഴലായി ജീവിച്ചു. നമ്മുടെ ഭയം, പരാജയം, ബലഹീനത എന്നിവയിലൂടെ പോലും ദൈവത്തിന് പ്രവർത്തിക്കാനാകുമെന്ന ബോധ്യം, പ്രക്ഷുബ്ധതകൾക്കിടയിൽ പോലും ജീവിതത്തിന്റെ ഗതി നിയന്ത്രിക്കാൻ കർത്താവിനെ അനുവദിക്കാൻ നാം ഒരിക്കലും ഭയപ്പെടേണ്ടതില്ലെന്നും യോസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. പിതൃശൈലിയുടെ അത്യുദാര ഭാവമുള്ളവനായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ രക്ഷകന്റെ പാലകൻ എന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ അദ്ദേഹത്തെ മഹത്വൽക്കരിക്കുന്നുണ്ട്. ക്വാംക്വാംപോളിസ് എന്ന ചാക്രിക ലേഖനത്തിൽ ലയോ 13 മാർപ്പാപ്പയും യോസേപ്പ് പിതാവിനോട് സഭ മുഴുവനും മാധ്യസ്ഥം പ്രാപിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധ മധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പ് പിതാവ് എല്ലാ കാര്യങ്ങളിലും, എല്ലാ ആവശ്യങ്ങളിലും, എല്ലാ ഉദ്യമങ്ങളിലും നമ്മെ സഹായിക്കുമെന്ന് വിശുദ്ധ തോമസ് അക്വീനാസ് പറഞ്ഞു വെക്കുന്നു. 12 പിയൂസ് പാപ്പയാകട്ടെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവേശിച്ചിട്ടില്ല. യോസേപ്പ് പിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോയുടെ കൂടെ ജീവിച്ചു. നിങ്ങൾ ക്രിസ്തുവിനോട് അടുത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വീണ്ടും ഞാൻ പറയുകയാണ്, യോസേപ്പിന്റെ പക്കലേക്ക് പോകുമെന്ന് പറയുന്നു. ഫ്രാൻസിസ് പാപ്പായുടെ പിതൃഹൃദയം എന്ന അപ്പസ്തോലിക എഴുത്തിൽ പറയുന്നു, ആധുനിക ജീവിതത്തിലും നിഴലുകളിലും അജ്ഞതകളിലും ദൈവഹിതത്തിന്റെ വെളിച്ചം കാണാൻ യോസേപ്പ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്നു. സകല സുഹൃതങ്ങളുടെയും വിളനിലമായ വിശുദ്ധ യോസേപ്പിന് നമ്മുടെ കുടുംബങ്ങളെ കാഴ്ചവെക്കാം. അശ്രദ്ധ നിമിത്തം ഈശോയെ നഷ്ടപ്പെടുത്താതെ പിതാവ് തുണയാകും. കുടുംബത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ സന്തോഷത്തോടെ സഹിക്കാൻ നമ്മെ സന്നദ്ധരാക്കും. പരിശുദ്ധ അമ്മയുടെ പുണ്യങ്ങൾ അനുകരിക്കാൻ നമ്മെ സഹായിക്കും. തൊഴിലും പരസ്നേഹ പ്രവൃത്തികളും പ്രാർത്ഥനയാണെന്ന ബോധ്യം വളർത്തും. ദൈവോന്മുഖരായി വളരാൻ, പ്രസാദകരാവസ്ഥയിൽ മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കും. ഈജിപ്തിലെ ക്ഷാമത്തിൽ പൂർവ്വ ജോസഫിനെ പോലെ ഇന്നത്തെ ആത്മീയ ക്ഷാമത്തിലും ആവശ്യങ്ങളിലും വിശുദ്ധ യോസേപ്പിന്റെ നാമം തീക്ഷ്ണമാവട്ടെ. ആവിലായിൽ അമ്മ ത്രേസ്യ സാക്ഷി നൽകുന്നത് പോലെ യോസേപ്പിന്റെ കൂടെ ജീവിതം നിത്യവസന്തമാകാൻ നമുക്ക് അവിടുത്തെ മാതൃക അനുകരിക്കാം, പിൻചെല്ലാം. നന്ദി, നമസ്കാരം, ജയ് ക്രൈസ്റ്റ്.